ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫിഷ് ടാങ്കിൻ്റെ കുറച്ച് അപ്ഡേഷൻ വീഡിയോസ് ആണ്. അപ്പോൾ നമ്മുടെ നിലവിൽ നമ്മുടെ ഫിഷ് ടാങ്കിൽ നല്ല അടിപൊളി കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ടാങ്കുകളുടെ കൂട്ടത്തിൽ നല്ല വാട്ടർ പ്ലാന്റ്സ് ആയ ടാങ്കാണ് ഇത്. നിറയെ വാട്ടർ പ്ലാന്റ്സും കാര്യങ്ങളായിട്ട് നല്ല അടിപൊളി ടാങ്കാണിത്. അപ്പോൾ ഇതിൽ നമ്മളൊരു വെറൈറ്റി ഗപ്പി കിടപ്പുണ്ട്, അതുപോലെ കുറച്ച് പ്ലാറ്റിയും കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉള്ള കൂട്ടം ടാങ്കുകളിൽ നല്ലൊരു ടാങ്കാണിത്. അത്യാവശ്യം വാട്ടർ പ്ലാന്റ്സ് ഒരുപാടുണ്ട്. നമ്മുടെ അസോള ഉണ്ട്, അതുപോലെ ആഫ്രിക്കൻ പായൽ, നമ്മുടെ ഫോക്സ് ടെയിൽ, അതുപോലെ ആമ്പലി, പിന്നെ വേറൊരു വെറൈറ്റി പായൽ നമ്മൾ വയനാട് കൊണ്ടുവന്നതാണ് ആ പായൽ. അങ്ങനെ ഒരുപാട് പായലും ഗപ്പീസൊക്കെ ആയിട്ടുള്ള അടിപൊളി സെറ്റ് ടാങ്കാണിത്. പിന്നെ അതുകൂടെ നമ്മുടെ മെയിൻ ടാങ്കുകളിലേക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഇവിടെ സൈഡിൽ കുറച്ച് ടാങ്കുണ്ട്. അപ്പോൾ ഇതിൽ രണ്ടിലും ബിഗ് ഗിയർ ആണ്. നമ്മൾ മറ്റ് വീഡിയോയിൽ കാണിച്ച പോലെ രണ്ടും ബിഗ് ഗിയേഴ്സ് ആണ്. അപ്പോൾ ഇവരെ മാറ്റണം, അതിൻ്റെ വീഡിയോ ഉടനെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതേ നമ്മുടെ മെയിൻ ടാങ്കിലോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ മെയിൻ ടാങ്കിൽ ചെറിയ പണി കിട്ടി ഗൈസ്. വേറൊന്നുമല്ല, നമ്മുടെ മെയിൻ ടാങ്കിൽ അതെ ഇതാണ് നമ്മുടെ മെയിൻ ടാങ്ക്. അപ്പോൾ മെയിൻ ടാങ്കിൻ്റെ സൈഡിൽ നിന്നായിട്ട് ഏതോ മരത്തിൻ്റെ വേര് ഇറങ്ങി ഗൈസ്. ഇതിപ്പോൾ നമുക്ക് സ്ഥിരമായി കിട്ടുന്നൊരു പണിയാണ്. കഴിഞ്ഞ വർഷം ഈ പണി കിട്ടിയായിരുന്നത്. ഇത് കണ്ടോ, നമ്മൾ ഈ സൈഡിലായിട്ട് ഒരു ടാങ്ക്, ഏതൊരു മരത്തിൻ്റെ വേര് നമ്മുടെ ടാങ്കിലേക്ക് ഇറങ്ങിയിട്ടുണ്ടല്ലേ. ഈ കാണുന്ന വേരാണല്ലേ. അപ്പോൾ ഈ സൈഡിൽ നിന്ന് പൊട്ടി ഇളകിയതാണ്. എനിക്ക് ചെടികളെല്ലാം ആയിരിക്കും. എന്തായാലും നമുക്ക് ഈ ടാങ്ക് ഒന്ന് ഫുള്ള് ക്ലീൻ ചെയ്യണം. എന്താ വെള്ളം പറ്റിയണ്ട, വെള്ളം അടിവരെ പറ്റിപ്പോയി. അപ്പോൾ നമുക്ക് ഈ ടാങ്ക് ക്ലീൻ ചെയ്യണം. ഇതിനകത്ത് വെള്ളമെല്ലാം മാറ്റി മീനെല്ലാം പിടിച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് ടാങ്ക് ഒന്ന് റീസെറ്റ് ചെയ്യണം. അതുപോലെ നമ്മൾ പുതിയ ടാങ്ക് എന്ന് പറയുമ്പോഴത്തേക്കും, പിന്നെ പുതിയ ടാങ്കിലോട്ട് നോക്കുമ്പോഴത്തേക്കും പുതിയ ടാങ്കിൽ കുറച്ച് ബിഗ് ഗിയർ കിടപ്പുണ്ട്. എന്നാലും നമുക്ക് ഈ ടാങ്കിൽ ഫുള്ള് വെള്ളം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മുടെ ബാക്കി ബിഗ് ഗിയർ, ആ ടാങ്കിലുള്ള ബിഗ് ഗിയറുകളെ മൊത്തം നമ്മൾ ഈ പുതിയ ടാങ്കിലോട്ട് മാറ്റണം. അതിൻ്റെ വീഡിയോ വരുന്നുണ്ട്, നമ്മുടെ ടാങ്കിൻ്റെ ക്ലീനിങ് വീഡിയോ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിലവിൽ നമ്മുടെ ടാങ്കിൻ്റെ അപ്ഡേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക്. നമ്മുടെ ആ ടാങ്ക് എന്തായാലും പെട്ടെന്ന് തന്നെ പണിയണം, പെട്ടെന്ന് റെഡിയാക്കണം, അല്ലെന്നുണ്ടെങ്കിൽ മീനങ്ങ് ചത്തുപോകും. പിന്നെ അതുകൂടാതെ നമ്മൾ പുതിയൊരു ടാങ്ക് ചെയ്യാൻ പോകുന്നുണ്ട്. പുതിയ ടാങ്ക് നമ്മളിത് ഇവിടായിട്ടാണ്, ഇവിടുന്ന് ഇങ്ങനെ ഒരു പുതിയ ടാങ്ക് ചെയ്യാനൊരു പ്ലാനിലാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നിലവിലെ ഫിഷ് ടാങ്കും കാര്യങ്ങളും. അപ്പോൾ ടാങ്കിനകത്ത് നിന്ന് ഈ ടാങ്കിനാണ് പണി കിട്ടിയിരിക്കുന്നത്. ഇതിനകത്തുള്ള മിക്സ്ഡ് ഗപ്പീസിനെല്ലാം മാനം. ഇതിനകത്ത് ഒരുപാട് പ്ലാറ്റ് കിടപ്പുണ്ട്. ആ പ്ലാറ്റുകളെല്ലാം മാനം. വെള്ളം പറ്റുന്നതുകൊണ്ട് തന്നെ മീൻ ചത്തുള്ള ചാൻസ് കൂടുതലാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ഈ ടാങ്ക് റീസെറ്റ് ചെയ്യണം. നമുക്ക് ഇതിനകത്തുള്ള മീൻ നമ്മൾ വേറെ ടാങ്കിലോട്ട് മാറ്റണം. അതിന് മുമ്പായിട്ട് നമുക്ക് ആ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അതിനുശേഷം അതിനകത്ത് ബിഗ് ഗിയറുകൾ മൊത്തം അതിനകത്തോട്ട് മാറ്റണം. അങ്ങനെ കുറച്ച് പണിയുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ കോഴിക്കോട്ടന്മാർ പായൽ തിന്നാൻ വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ടാങ്കിൽ നമ്മൾ പായലടിക്കാൻ വരുന്നതാണ്. അപ്പോൾ കുറച്ച് മുമ്പ് കോഴി നമ്മുടെ ടാങ്കിൽ വീണായിരുന്നു. ഓക്കെ, എന്തായാലും നമുക്കിനി കുറച്ച് നമുക്ക് കോഴികൾ കുറച്ച് പായലും കൊടുക്കാം. ഓക്കെ, പിന്നെ ഗൈസ് നമ്മുടെ ടാങ്കിൽ അധികം പേര് അസോളൊക്കെ നമ്മൾ ഇതുപോലെ നമ്മുടെ കോഴിക്കോട്ടന്മാർക്ക് ഇട്ട് കൊടുക്കും. നമ്മൾ അസോള ഒരുപാടാകുമ്പോൾ നമുക്ക് അതിൻ്റെ അത്ര ആവശ്യമില്ല, ഇത്ര അസോളയുടെ ആവശ്യമില്ല. അപ്പോൾ നമ്മളിങ്ങനെ കോഴിക്കോട്ടന്മാർക്ക് പറക്കി കൊടുക്കും. പിന്നെ അവർ ചില ദിവസങ്ങൾ ഇതുപോലെ അവന്മാർ കയറി എടുക്കാറുമുണ്ട്. പിന്നെ നമ്മളിങ്ങനെ കൈകെട്ടെന്ന് വിചാരിക്കും, കാരണം നമുക്ക് ഇത്ര അസോളയുടെ ആവശ്യമില്ല. നമുക്ക് അസോള ഒരുപാടായി കഴിഞ്ഞാൽ നമ്മൾ മീനുകൾക്ക് ബുദ്ധിമുട്ടാവും. അതുപോലെ നമ്മളിതേ ഇപ്പം ടാങ്കി കിടന്നേനെ കേട്ടോ. ആൾ നൈസായിട്ട് ടാങ്കി മുങ്ങി കേട്ടോ. അപ്പോൾ ഗൈസ്, ഇത്രയുള്ള നമ്മുടെ ടാങ്കിൻ്റെ അപ്ഡേഷൻസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയിലേക്ക്, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, എന്തായാലും നമ്മുടെ ടാങ്കിൻ്റെയൊക്കെ ബാക്കി അപ്ഡേറ്റ്സ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. പുതിയ ടാങ്ക് പണിയെല്ലാം നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് എല്ലാവർക്കും ബൈ.